നമ്മൾ ഒരാൾ ടെൻഷൻ വരുമ്പം ഒരു ബീഡി വലിച്ചിട്ട് എന്താ പറയും, ഓ ടെൻഷനാ, ഒരു ബീഡി വലിച്ചാൽ മാറും, ഒരു സിഗരറ്റ് വലിച്ചാൽ മാറും, ഒരു പെക്കടിച്ചാൽ മാറും എന്ന് പറയുന്നൊരു സമൂഹമുണ്ട് നമ്മുടെ മുമ്പിൽ. ചിലപ്പോൾ നമ്മുടെ അച്ഛനാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ വർക്ക് സൈറ്റിലുള്ള ഒരാളാകാം, അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്ന ഒരു ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്തിനാ ഏട്ടാ പോയി ബീഡി വലിക്കുന്നത്, ഓ ഭയങ്കര ടെൻഷനാടാ, ടെൻഷനായതുകൊണ്ടാണ് വലിക്കുന്നതെന്ന് പറയും. ചിലത് കോൺക്രീറ്റ് പണിക്ക് പോകും, കള്ളടിക്കും, ഓ ഈ പണിക്ക് കള്ളടിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു ഡയലോഗ് കേട്ടോണ്ട് ഞാനും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. അല്ല കോൺക്രീറ്റ് ഒക്കെ പോകുമ്പോൾ ചില ദിവസം 2 ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ കടന്നുപോയി, അതുപോലെ നടുവിന് വേദനയായിപ്പോയി, കിട്ടിയ പൈസ കൊണ്ട് ആശുപത്രി പോയി, പക്ഷേ കള്ളടിച്ചില്ല. പിറ്റേ ദിവസം നമുക്ക് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോകുന്നുണ്ട്. പറയാൻ കാരണം നമുക്ക് ഒരു ലഹരി ഉപയോഗിക്കാൻ നേരത്ത് മുടന്ത ന്യായങ്ങൾ നമുക്ക് ഒത്തിരി പറയാം. അയ്യോ ടെൻഷനാണ്, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇട്ടച്ചും പോയി, അതുകൊണ്ടാണ്, എനിക്കാരുമില്ല, ഞാൻ സ്നേഹിച്ച പെണ്ണ് പോയി എന്നൊക്കെ വേണമെങ്കിലും പറയാം. അപ്പം ഈ ലഹരി അടിച്ചാൽ എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടത്തില്ല. കുറച്ച് നേരം ഒരു അബോധാവസ്ഥക്കും മത്തിയിൽ കാലൊന്നും നിലത്ത് കുത്താതെ ഒരു തലയ്ക്ക് ഇങ്ങനെ കറങ്ങി ഏതോ ഒരു ലോകത്ത് വേസ്റ്റായിട്ട് പോകും. അത് ഈ പെറ്റ് ഫാമിങ്, അല്ലെങ്കിൽ ഒരു ചെടി, ഒരു മീൻ, ഒരു കോഴി, ഇതൊക്കെ വളർത്തി നോക്ക്, അത് വേറൊരു ലെവലാ. ലഹരി നമ്മളെ തളർത്തി കിടക്കുമെങ്കിൽ നമ്മൾ വയ്യാതെ കിടക്കുമ്പം നമ്മുടെ പിള്ളേർ പട്ടിണിയാണല്ലോ എന്നോർത്ത് നമ്മൾ കിടക്കപ്പായി എഴുന്നേറ്റ് വരും. അതൊരു ലാഭം പ്രതീക്ഷിച്ചുള്ള ഒരു ബിസിനസ് ആകരുത്, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പം. കാരണം പലപ്പോഴും ഞാൻ ഇവിടെ കിടന്നു പോകാറുണ്ട്, എൻ്റെ പിള്ളേർക്ക് തീറ്റ കൊടുക്കാനില്ല എന്നുള്ള രീതിയിൽ ഞാൻ പൊങ്ങി വരും. കാരണം അതൊരു എന്താ പറയുക, വേറൊരു ലെവലാണ്. അതാണ് ഈ പെറ്റ് ഫാമിങ്ങിലുള്ള ഗുണം. പിന്നെ മറ്റുള്ളവരുടെ ചിന്തയിൽ അവന് പ്രാന്താണ് എന്നൊക്കെ പറയും, അതൊരിക്കലും ചിന്തിക്കരുത്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ വളർത്തുമൃഗങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ചിലവഴിച്ച് കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ള ഏറ്റവും വലിയ ടെൻഷനും. പണ്ട് പെറ്റ് ഫാമിങ് തുടങ്ങിയത് തന്നെ എന്തിനാ, ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ആണ് വിദേശത്ത് തുടങ്ങിയത്, പെറ്റ് തെറാപ്പി ആയിട്ട്. അതിപ്പോൾ നമ്മൾ ഫാഷനായിട്ട് നമ്മളൊരു പൂച്ച, ഒരു പട്ടി, ഒരു പശു, ഒരു കുതിര, അങ്ങനെ പലതിനെയും വളർത്തി നമ്മൾ റിലാക്സേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്തവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പ്രാന്തെന്നേ നമ്മളോട് പറയത്തുള്ളൂ. പക്ഷേ ഈ ഒരു പ്രാന്തിനൊരു കുഴപ്പമുണ്ട്, ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വീട് വിട്ട് അതിൽ നിന്നാളൊന്നും പോയി നിൽക്കാനൊക്കത്തില്ല. എൻ്റെ ചെടിക്ക് ആര് വെള്ളം ഒഴിക്കും, എൻ്റെ പിള്ളേരെങ്ങനെ ഇരിക്കും, അതിന് തീറ്റ കൊടുത്തോ ഇല്ലേന്നൊക്കെ ചോദിക്കും. നമ്മൾ നോക്കുന്ന പോലെ വേറെ ആൾ നോക്കിയാലും തൃപ്തി തരത്തില്ല ഈ പെറ്റ് ഫാമിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് നിൽക്കുമ്പം. ഞാൻ ജീവിതത്തിൽ ആകെ ഇതിൻ്റെ ഒപ്പം ചിലവഴിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം അരമണിക്കൂറിൽ താഴെയാണ്. പക്ഷേ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കണ്ടറിയാം. പക്ഷേ 1/2 മണിക്കൂർ രാവിലെ മാത്രമേ ഉള്ളൂ, പിന്നെ വൈകിട്ടൊന്ന് ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പെറ്റ് ഫാമിങ്. പിന്നെ പെറ്റ് ഫാമിങ്ങിൻ്റെ വേറൊരു കുഴപ്പം കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് എവിടെയും ഇട്ടിട്ടും പോകാനൊക്കെയല്ല. പിന്നെ കള്ളുകുടിയനെയും പുകവലിക്കാരനെയൊക്കെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് നടത്താം. ഒരു ചെടീനെ വളർത്തുന്നതും മൃഗങ്ങളെ വളർത്തുന്ന ഒരുത്തനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലും കൊണ്ടുവിടാനൊക്കെയല്ല. കൊണ്ടുവിട്ടെന്ന് പറഞ്ഞാലും അവൻ്റെ രക്തത്തിൽ അലിഞ്ഞൊരു ദുശീലമാണ്. അത് എത്ര മാറ്റാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ എന്തെങ്കിലും ചീത്തയായ ഒരു വഴിക്ക് നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുന്ന ഒരു സമയത്ത്, നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് തോന്നുമ്പോൾ ആരെങ്കിലും ഒന്നിനെടുത്ത് വളർത്തിയാൽ മതി. പക്ഷേ എനിക്ക് ശാലം പ്രാന്ത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇപ്പം നിലവിൽ 2 പേരുണ്ട് പട്ടികളായിട്ട്. എന്നാൽ പോലും പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു 5-8 ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പണിയുന്ന ചേട്ടൻ പറയും, അണ്ണൻ പറയും, തമിഴ്ക്കാരനാണ്, ഓ ഈവന് പുള്ളിയുടെ മോളുടെ വീടാണ് പണിയുന്നത്. മോളോടും മരുമോനോടും പറയാം, ഇവന് 1-2 പട്ടിയൊന്നും പറ്റത്തില്ല, 10-30-40 പട്ടി വേണം, എന്നാലാണ് സമാധാനമാകത്തുള്ളൂ. അതൊരു രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്തോളം ഒരു സന്തോഷം കിട്ടത്തില്ല. കാരണം ലാഭം പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി നിൽക്കുന്നത് ഇതുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുങ്ങൾക്ക് തീറ്റ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ ചെയ്യുന്ന പാവങ്ങളും നന്മതിന്മകളൊക്കെ തുല്യമായിട്ട് പോകത്തുള്ളൂ. പിന്നെ ചിലർക്കെങ്കിലും തോന്നും ഇവന് വട്ടാണ്, ഇവൻ ഇതിൻ്റെയൊക്കെ ഇറച്ചിയൊക്കെ തിന്നത്തില്ലേന്ന്. ഞാൻ അത്യാവശ്യം കഴിക്കും, ഇപ്പം കുറച്ചു. അതേപോലെ ഒരു കാലത്ത് നന്നായിട്ട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം മൈൻഡൊക്കെ വല്ലാതെ മാറിപ്പോയ സമയത്ത് ഒരു പട്ടി വന്നു. ആ ഒരു സമയത്ത് ഒരു ജോലി എന്നല്ലാതെ വീടെടുത്ത് മാറിയിരിക്കാനായിട്ട് ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയി. പച്ചക്കറിക്കടയായിരുന്നു, അതെനിക്ക് അത്ര തൃപ്തിയായില്ല. ഒരു ചിക്കൻ സെൻറ്ററിൽ പോയി. ഒരു ദിവസം 10-100 കോഴിയൊക്കെ അന്ന് കൊല്ലണമായിരുന്നു. കല്യാണത്തിൻ്റെ ഓർഡർ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ അതൊരു ഹരമായിട്ട് തോന്നിയപ്പം അത് ഞാൻ നിർത്തി. കാരണം ഞാനിനി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കൊല്ലും എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ പിന്നെ കുറേ നാൾ ഇതൊന്നും വളർത്താതൊക്കെ ഇരുന്നു. എൻ്റെ അപ്പം പറഞ്ഞു,
എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പം രണ്ടാമത് കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അപ്പം അമ്മ വന്നിട്ട് ഇപ്പം രണ്ടാം അമ്മ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പം പറഞ്ഞു അങ്ങേറെ പുള്ളിയുടെ ഏലക്കാട്ടിലെ കൃഷിയും കായൊക്കെ എടുത്തിട്ടാണ് നീ കോഴിനെയും പ്രാണിയൊക്കെ വളർത്തിയിരുന്നുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ലല്ലോ എന്ന്. ശരി, എന്നാൽ ഞാനപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇതൊന്നും വേണ്ട, കുറേ പട്ടികളുണ്ട്, അതൊക്കെ തീറ്റ കൊടുക്കും. പിന്നെ ഇവളുണ്ട്, കുറേ വർഷമായിട്ട് ഇവളുണ്ട്, ഈ കൂടെ ഇവൾക്കായിട്ട് മാത്രം ഇട്ടാക്കും. ഇവളുണ്ട്, ഇവളെ മതിയല്ലോ എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വാശിക്ക് റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇത്രയും കോഴികളും ചെടികളും. കാരണം ഒരു മോട്ടിവേഷൻ പോലെ ആ ഒരു വാക്ക് ആകെ ആഴത്തിലേക്ക് ഉറച്ച് കയറി. പിന്നെ എല്ലാ വഴിയും സഞ്ചരിച്ചിട്ടുണ്ട്, നല്ല വഴി കൂടിയും പോയിട്ടുണ്ട്, ചീത്ത വഴി കൂടിയും പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ വഴിയിലെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതിങ്ങൾ തരുന്നൊരു സന്തോഷം ആർക്കും എവിടെയും തരാനൊക്കത്തില്ല. അത് പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഏറ്റവും ഹാപ്പിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും പഴയതിനെ വിട്ട് ഈ ഫീൽഡിലോട് ഒരു ബിസിനസ്സായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഹോബി ആയിട്ടാണെങ്കിലും വരുന്നുണ്ട്. പക്ഷെ ഇതിന് മുമ്പുള്ള ഒരു തലമുറയിൽ അത്ര ഇതില്ലായിരുന്നു. പിന്നെ ഇപ്പം പഴയതുപോലെയല്ല, എല്ലാം സഹജമായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ശരി.